प्यारे बच्चों सलाम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं। बच्चों ठीक है ना? യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് പെഹ്ലി ബൂന്ത്. അല്ലേ? മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു പെഹ്ലി ബൂന്ത് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ കവിയെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. അല്ലെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കവി സെ പരിചയ്. അല്ലെ, എന്താണ്, ആരാണ് ഈ കവിത എഴുതിയത്, എന്താണ് ഈ കവിതയിൽ പറയുന്നതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നോക്കൂ മക്കളെ, ധർത്തി കെ സൂഖെ അധരോം പർ പെഹ്ലി ബൂന്ത്. അല്ലേ, എന്താണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ധർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം എർത്ത് ആണ്. അല്ലേ, എർത്ത്. അല്ലേ, ഭൂമിയാണ്. അല്ലേ, ഭൂമി. സൂഖെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, യെസ്, ഉണങ്ങിയ. അല്ലേ, ഉണങ്ങിയ. അധരോം പർ. അല്ലേ, അധരോം പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ടുകളിലേക്ക്. അല്ലേ, ചുണ്ടുകളിലേക്ക് എന്ത് വരുന്നുണ്ട്, പെഹ്ലി ബൂന്ത്. അല്ലേ, ആദ്യത്തെ മഴത്തുള്ളി. അല്ലേ, ആദ്യത്തെ മഴത്തുള്ളി. യെസ്, അപ്പൊ പെഹ്ലി ബൂന്ത്. അല്ലേ, ഒരുപാട് സമയമൊക്കെ മഴ പെയ്യാതിരുന്ന, അല്ലേ, ഒരുപാട് മഴക്കാലം വരുന്നതിൻ്റെ മുമ്പ് നല്ല കഠിനമായ വെയിലൊക്കെ കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം മഴ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു സ്മെല്ലോട് കൂടിയിട്ടുള്ള ആദ്യത്തെ മഴത്തുള്ളി ഇറങ്ങുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞ, ഭൂമിയുടെ ഉണങ്ങിയ ചുണ്ടുകളിലേക്ക്. അല്ലേ, വറ്റി വരണ്ടൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആദ്യമായി വന്നിറങ്ങുന്ന മഴത്തുള്ളി. റെഡിയാണോ? കെ ഗിർനേക്കാ. യെസ്, കെ ഗിർനേക്കാ അത്ഭുത്. അല്ലേ, അത്ഭുത ദൃശ്യ രചനേ വാലേ ബാൽ സാഹിത്യകാർ ഗോപാലകൃഷ്ണ കൗൾ. അല്ലേ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? യെസ്, അത്ഭുതകരമായ. അല്ലെ, അത്ഭുത ദൃശ്യം. ദൃശ്യം എന്ന് പറഞ്ഞാൽ ദൃശ്യം അല്ലെങ്കിൽ കാഴ്ച. അല്ലെ, എന്നൊക്കെ നമുക്ക് പറയാം. രചനേ വാലേ. അല്ലേ, ദൃശ്യം എഴുതി കാണിച്ച. രചന എന്ന് പറഞ്ഞാൽ എഴുതുക. രചനേ വാലേ പറഞ്ഞാൽ എഴുതി കാണിച്ച ആരാണ്? ബാൽ സാഹിത്യകാർ. അല്ലെ, ബാൽ സാഹിത്യകാരനായ ഗോപാലകൃഷ്ണ കൗൾ. അല്ലെ, ഗോപാലകൃഷ്ണ കൗളിൻ്റെതാണ് പെഹ്ലി ബൂന്ത് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള നമ്മുടെ പാഠഭാഗം. അല്ലെ, ഇനി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നുണ്ട്. 1923. അല്ലെ, 1923 1923 എന്താണ് വന്നിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ജനനമാണ്, ബോണാണ്, ജനിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണം എങ്ങനെ വന്നു? യെസ്, 2007. അല്ലെ, 2007 അദ്ദേഹത്തിന്റെ ഡെത്ത് സംഭവിച്ചു. ക്ലിയർ ആണോ? അപ്പോൾ എന്താണ്, ഭൂമിയുടെ ഉണങ്ങിയ ചുണ്ടുകളിലേക്ക് ആദ്യത്തെ മഴത്തുള്ളി വീഴുന്ന അത്ഭുത ദൃശ്യത്തിന്റെ എഴുതി കാണിച്ച ബാൽ സാഹിത്യകാരനാണ് ഗോപാലകൃഷ്ണ കൗൾ. അദ്ദേഹം 1923 ജനിക്കുകയും 2007 മരണപ്പെടുകയും ചെയ്തു. ഓക്കെ, റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. न बच्चे के लिए दृश्य और प्रेम, दृश्य प्रेम प्रकृति और जीव जंतुओं से जुड़ी बहुत सी മനോരം കവിതായെ ലിഖി ഹേ. നമുക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത്? ന ബച്ചെ. അല്ലെ, അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി. ന ബച്ചെ കെ ലിയെ, അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി, നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ദേശ് പ്രേം. അല്ലെ, ദേശ് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം ദേശമാണ്, രാജ്യമാണ്. അപ്പൊ ദേശ് പ്രേം എന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹം. അല്ലെ, രാജ്യസ്നേഹം. അതേപോലെ പ്രകൃതി ഓർ ജീവജന്തുവും. അല്ലെ, പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതി ഓർ ജീവജന്തുവും, പ്രകൃതിയും അതേപോലെ പ്രകൃതി ഭംഗിയും. അല്ലെ, പ്രകൃതി ഓർ ജീവജന്തു, പ്രകൃതി അതേപോലെ ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മനോരം കവിതായെ ലിഖി ഹേ, ഒരുപാട് കവിതകളും ആരെഴുതിയിട്ടുണ്ട്? നമ്മുടെ ഗോപാലകൃഷ്ണ കൗൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ദൃശ്യ, അല്ലെ, എന്താണ്, ദേശ് പ്രേം പ്രകൃതി ഓർ ജീവജന്തുവും സേ ജുഡി ബഹുത് സി മനോരം കവിതായെ ലിഖി ഹേ. അല്ലെ, എന്താണ്, യെസ്, രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട്, അതേപോലെ പ്രകൃതി ഭംഗി, അതേപോലെ പറഞ്ഞ ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കവിതകളും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ലിഖി ഹേ, എഴുതിയിട്ടുണ്ട്. അല്ലെ, എഴുതിയിട്ടുണ്ട്.
സെറ്റാണോ? അതേപോലെ മക്കളെ ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പിനി അല്ലെ, അപ്പിനി ഏക്ക് അന്യ കവിത അല്ലെ, അദ്ദേഹത്തിന്റെ മറ്റൊരു കവിതയിലൂടെ ഹം കുച്ച് സീഖേ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. മേം വേ കഹത്തെ ഹേ, അദ്ദേഹത്തിലൂടെ അദ്ദേഹം എന്താ പറയുന്നത്? ആ കവിതയിലൂടെ, മറ്റൊരു കവിതയിലൂടെ അദ്ദേഹം ഇങ്ങനെ പറയുന്നു. എന്താ പറഞ്ഞേ? ദേശ ഹമേം, രാജ്യം നമുക്ക് അല്ലെ, രാജ്യം നമുക്ക് ദേത്താഹേ, തരുന്നു, നൽകുന്നു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അപ്പൊ രാജ്യം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? തരുന്നുണ്ട്, നൽകുന്നുണ്ട്. സബ് കുച്ച് ഹം ബി തോ കുച്ച് ദേനാ സീഖേ അല്ലെ, ആ രാജ്യം നമുക്ക് എന്ത് തരുന്നുണ്ട്? ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ട്. ഹം ബി തോ കുച്ച് ദേനാ സീഖേ, നമ്മളും എന്ത് ചെയ്യണം? ഇതേപോലെ എന്ത് ചെയ്യണം? ആ രാജ്യത്തിന് തിരിച്ചു നൽകണം എന്ന് അദ്ദേഹത്തിന്റെ കവിതയിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? പറയുന്നു. അപ്പൊ ഒരിക്കൽ കൂടി പറയാം. ദേശ് ഹമേം ദേത്താഹേ, ദേശ് ഹമേം രാജ്യം, ഹമേം നമുക്ക്, ദേത്താഹേ നൽകുന്നു, സബ് കുച്ച് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ, എന്തെങ്കിലും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? രാജ്യം തരുന്നുണ്ട്. എന്നാലോ ഹം ബി തോ കുച്ച് ദേനാ സീഖേ, നമ്മളും എന്ത് ചെയ്യണം? എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരിച്ച് രാജ്യത്തിന് എന്ത് ചെയ്യണം? നൽകണം എന്ന് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ കവിതയിലൂടെ അദ്ദേഹം എന്ത് ചെയ്യാണ്? പറയുകയാണ്. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് കവിസെ പരിചയ, കവിയുമായി ബന്ധപ്പെടുത്തി നമ്മുടെ പാഠഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് മാഷ് ഡിസ്കസ് ചെയ്തത്. എല്ലാ മക്കൾക്കും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.